ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്കായി പരിപൂർണമാക്കുകയും എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിക്കുകയും ഇസ്ലാം നിങ്ങളുടെ മതമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു ഇസ്ലാമിനെ പരിപൂർണമാക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പരിപൂർണമാക്കപ്പെട്ട ഈ ദീനിന്റെ വെളിച്ചം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ദഅവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദഅവ ചെയ്യാൻ കുറച്ചുപേരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് മാം തുടക്കം കുറിച്ച് വളരെ ഭംഗിയായും ഉത്തരവാദിത്വത്തോടു കൂടെയും നടത്തിവരുന്ന ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് എന്ന കോഴ്സ് എന്റെ മുന്നിൽ എത്തിച്ച അള്ളാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതിനു കാരണക്കാരിയായ മുംതാസ് മാമിനും കൂടെ സഹകരിക്കുന്ന സലീനത്താക്കും മുഹസിനത്താക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബം ഒരു മഹാത്ഭുതം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് പറയുന്നതിനു മുമ്പായി ഞാൻ എന്നോട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അതായത് ഹ്യൂമൻസ് ആർ സോഷ്യൽ ബീയിങ്സ്. നമുക്കറിയാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, അല്ലെ? ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബമാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കുടുംബം ഭദ്രമായാലേ സമൂഹം സുരക്ഷിതമാവുകയുള്ളൂ. നമുക്കറിയാം മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്ക് ശരീരവും ശാരീരിക ആവശ്യങ്ങളും മാത്രമാണ് ഉള്ളത്. പക്ഷെ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർക്ക് ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. പക്ഷെങ്കിൽ മറ്റു ജീവികൾ അന്നം തേടാനും സ്വയം രക്ഷയ്ക്കും പ്രാപ്തരാകുന്നതോടെ അവർ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് അവയുടെ മാതാപിതാക്കളുടെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ശരീരവും മനസ്സും ആത്മാവും ഉള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് അവയുടേതായ തേട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് മാതാപിതാക്കളുടെ ദീർഘകാലത്തെ സാന്നിധ്യവും സംരക്ഷണവും ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് മാത്രമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും കരുത്തുറ്റവരാക്കി വളർത്താൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനെ എല്ലാം നൽകുന്നത് അവന്റെ കുടുംബമാണ്. അതായത് മനുഷ്യന്റെ ജനനം മരണം നടക്കുന്നത് കുടുംബത്തിലാണ്. സ്നേഹം, കാരുണ്യം, ലാളന എന്നിവ കിട്ടുന്നതും അവന്റെ കുടുംബത്തിൽ നിന്നാണ്. തിന്നാനും കുടിക്കാനും ഉറങ്ങാനും അവനൊരു കുടുംബം വേണം. ഇരിക്കാനും നടക്കാനും പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കളിയും ചിരിയും കരച്ചിലും എല്ലാം ശീലിക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. ഇനിയോ ഭാഷയും സംസ്കാരവും സ്വായത്തമാക്കുന്നതും ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ഒരു മഹാത്ഭുതമാണ്. ഭൂമിയിലെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് കുടുംബം. അതിനാൽ എല്ലാവരും എവിടെ പോയാലും ആ കുടുംബത്തിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? പക്ഷെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളും ഭർത്താക്കന്മാരും എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്താനുള്ള വ്യഗ്രത കൊള്ളുന്നവരാണോ? വീട്ടിൽ തിരിച്ചെത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയുള്ളതാണോ നമ്മുടെ കുടുംബത്തിലെ ചുറ്റുപാട്? ഇത് നമ്മളൊന്ന്, അതായത് കുടുംബത്തിന്റെ നെടുംതൂൺ എന്നറിയപ്പെടുന്ന നമ്മൾ സ്ത്രീകൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിക്കാഹ് എന്ന പവിത്രമായ കരാറിലൂടെ ഒരു സ്ത്രീയും പുരുഷനും വൈവാഹിക ജീവിതം ആരംഭിക്കുന്നു, അല്ലെ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പവിത്രമായ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ശക്തമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണ് ഈ വൈവാഹിക ബന്ധത്തിലൂടെ അവിടെ സാധ്യമാകുന്നത്.
ഈ ഭാര്യാഭർത്തൃ കോമ്പിനേഷന്റെ ഒരു നേർപകുതിയായ ഒരു ഭാഗമാണ് നമ്മൾ സ്ത്രീകൾ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയും ആവട്ടെ, നമ്മൾ സ്ത്രീകൾ നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുത്തുയർത്താൻ, നമ്മൾ ഓരോരുത്തരും നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ കടമകൾ നിറവേറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓരോ കടമകളും നിറവേറ്റേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാം കൽപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ അള്ളാഹു കുടുംബത്തിലെ ഓരോ അംഗത്തിനും തന്റേതായ അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായും സൂക്ഷ്മമായും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു കുടുംബിനിക്ക് നമ്മുടേതായ ബാധ്യതകളും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാനും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാരും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി അവൻ നിർദ്ദേശിച്ച പ്രകാരം ഭംഗിയായി നിറവേറ്റേണ്ടതുണ്ട്. നമ്മളത് നിറവേറ്റുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് ഒരു മകളായിരിക്കാം, ഒരു സഹോദരിയായിരിക്കാം. പക്ഷെ എങ്കിൽ കല്യാണം കഴിയുന്നതോടുകൂടി അവൾ ഒരുപാട് ബന്ധങ്ങളിലാക്കാണ് കാലെടുത്ത് വെക്കുന്നത്. വിവാഹം എന്ന പവിത്ര ബന്ധത്തിലൂടെ അള്ളാഹു പ്രാധാന്യം കൽപ്പിച്ച കുടുംബം എന്ന വ്യവസ്ഥയുടെ അടിത്തറ പാകുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്, അതായത് ഭാര്യ ഭർത്താക്കന്മാരാണ്. പിന്നീട് അവൾ വെറും ഒരു മകളോ സഹോദരിയോ അല്ല, അതിനപ്പുറം ഒരുപാട് ബന്ധങ്ങൾ, അതായത് ഭാര്യ, മരുമകൾ, ഇനി മറ്റ് ഭർത്താവിന്റെ സിബ്ലിങ്സുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള പല ബന്ധങ്ങളിലും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ അവൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെയോ അവിടെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. അതായത് നാം അലങ്കരിക്കുന്ന ഓരോ സ്ഥാനവും ഏറ്റവും മനോഹരമാക്കാനുള്ള ശേഷി നമുക്കുണ്ടോ, ഇല്ലെങ്കിൽ അത് സ്വായത്തമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ പാളിച്ച സംഭവിച്ചാൽ നാം കാരണം ആപത്തിലാകുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരു തലമുറയായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബം ഇമ്പമുള്ളതാവണമെങ്കിൽ നമ്മളൊരു ഉയർന്ന ഈമാനുള്ള വ്യക്തി ആയിരിക്കണം എന്നതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. പിന്നെയോ നമ്മൾ ഉത്തമമായ ഒരു സ്വഭാവത്തിനുടമയായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരിൽ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നാം അവർക്കുണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവ ഗുണങ്ങൾ ആദ്യം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കറന്റ് സിറ്റുവേഷനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് ഇന്നത്തെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ വീട്ടിനകത്തല്ല വീട്ടിന് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധമുള്ളവരായിരിക്കണം. എല്ലാത്തിനുമുപരി നമ്മൾ ആദ്യം നല്ലൊരു ഭാര്യയാവണം, ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റണം. സൂറത്ത് റൂമിൽ അള്ളാഹു പറയുന്നു, وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു, അവരിലൂടെ ശാന്തി നേടാൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. എന്നതുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങളിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് നമ്മളുടെ ഇണ ഒരു മനുഷ്യനാണ് എന്നാണ്. അതായത് മനുഷ്യനിൽ നിന്ന് ഒരിക്കലും പെർഫെക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. മനുഷ്യൻ ഒരിക്കലും പെർഫെക്റ്റ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇണ എങ്ങനെയാണോ ആ ഇണയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളോട് കൂടി തന്നെ നമ്മൾ അവരെ സ്വീകരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. പിന്നെയോ സൂറത്ത് തഗാബുനിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഅ്ദറുഹും وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അതിനാൽ അവരെ സൂക്ഷിക്കുക. എന്നാൽ
നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അറിയുക, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. അതായത് അള്ളാഹു തന്നെയാണ് പറയുന്നത്, നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും നമ്മൾക്ക് പ്രയാസമുണ്ടാവും. അവിടെ നമ്മൾ അവിടെ ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ, ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള തീരുമാനം നമ്മൾക്ക് എടുക്കാവുന്നതാണ്. എങ്കിലും പടച്ചവൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, തീർച്ചയായും അറിയുക, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നമുക്ക് നൽകുമെന്ന് പടച്ചവനാണ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മൾ സ്ത്രീ, അതായത് നമ്മളൊരു കുടുംബിനെ, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ കുട്ടികൾ, അടുത്ത തലമുറ. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബം എന്നുള്ളത് നാം അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതല്ല, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ദീനിൽ പറയുന്ന കാര്യം, അതായത് ഡു നോട്ട് ഫോഴ്സ് ദി റിലീജിയൻ ഓൺ യുവർ ഫാമിലി, ഷോ ദം ദ ബ്യൂട്ടി ഓഫ് ദി റിലീജിയൻ ത്രൂ യുവർ ഓൺ പ്രാക്ടീസ്. അതായത് നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ കുടുംബം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ല, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യം ഉദ്ധരിച്ച ആയത്തിൽ അള്ളാഹു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയത്തിൻ ലിഖൗമി യതഫക്കറൂൻ. അതായത് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഇവിടെ മവദ്ദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ് അള്ളാഹു മവദ്ദ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കേണ്ട സ്നേഹമല്ല, നമ്മൾ പ്രകടിപ്പിക്കേണ്ട സ്നേഹമാണ് അവിടെ മവദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അതായത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം കണ്ടു വളരണം. നമ്മളാണല്ലോ കുടുംബത്തിന്റെ അടിത്തറ. അപ്പോൾ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ഇന്നത്തെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു ഭാര്യ ഭർത്താവിന് ചുംബനം കൊടുത്താൽ അത് നാണക്കേടായിട്ടാണ് എല്ലാവരും കാണുന്നത്, അല്ലെ? പക്ഷെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ഇടയിലുള്ള ബന്ധം പവിത്രമായ ബന്ധമാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ ആൽഫ ജനറേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്താണ് ഈ ആൽഫ ജനറേഷൻ? അതായത് 2010 ശേഷം ഉയർന്ന ഡിജിറ്റൽ ലോകത്തേക്ക് ജനിച്ച ഏറ്റവും പുതിയ തലമുറയാണ് ആൽഫ ജനറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികൾക്ക് അറിവ് വളരെ കൂടുതലായിരിക്കും. ഇനി അറിവ് സ്വായത്തമാക്കണമെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലം പോലെയല്ല, പുസ്തകങ്ങൾ തേടി പോകേണ്ടതില്ല, അതിന്റെ സ്രോതസ്സുകൾ തേടി നടക്കേണ്ടതില്ല. അവരുടെ വിരൽ തുമ്പിലാണ്. ഒന്ന് വിരൽ അമർത്തിയാൽ മതി, അവർക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവും കിട്ടും. അപ്പോൾ കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ എന്താണ് കാണുന്നത്? ഈ പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹമാണ് നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ കാണുന്നതെങ്കിൽ, കുട്ടികൾ പുറത്ത് പലതും, അതായത് മൊബൈൽ ഫോണിലൂടെ തന്നെ ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ, അതായത് അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ കാണും. അതാണ് നമ്മൾ നാണിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ അത് കാണുമ്പോഴാണ് നമ്മൾ നാണിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുട്ടികൾക്ക് സ്നേഹം കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ ഒരിക്കലും നാണിക്കേണ്ടതില്ല. പിന്നെ ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ കാണുന്നത് സ്നേഹത്തിന് പകരം വീട്ടിലെ പ്രശ്നങ്ങളാണ് കുട്ടികൾ കാണുന്നത്. എങ്ങനെയുള്ള പ്രശ്നങ്ങൾ? ഭാര്യയെ ഭരിക്കുന്ന ഭർത്താവ്, ബന്ധങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കാത്ത ഉമ്മ, അവരുടേതായ കടമകൾ നിറവേറ്റാത്ത പാരന്റ്സിൽ നിന്നും കുട്ടി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി തെറ്റിദ്ധരിക്കുന്ന കുടുംബം എന്ന് വെച്ചാൽ കുട്ടി ഒരിക്കലും അംഗീകരിക്കാത്ത, ആ കുടുംബത്തിൽ ഒരിക്കലും കുട്ടി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത കുടുംബ ചുറ്റുപാടാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയായ അപ് ടു ഡേറ്റ് അബൌട്ട് ദി കറന്റ് സിറ്റുവേഷൻ. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധം ഉണ്ടാവേണ്ടത്. അതായത് ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബത്തിനകത്ത് അവർ സംതൃപ്തരല്ലെങ്കിൽ, സന്തോഷവാന്മാരല്ലെങ്കിൽ, അവർക്ക് കൃത്രിമമായ സന്തോഷം, അല്ലെങ്കിൽ പടച്ചവൻ ഒരിക്കലും പൊരുത്തപ്പെടാത്ത, പടച്ചവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതരം സ്നേഹപ്രകടനങ്ങളും പലതരം വേണ്ടായ്മകളും അതിലൊക്കെയാണ് ആഹ്ലാദം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട്, ഇന്ന് നമ്മുടെ ചുറ്റും ഉണ്ട്. അതായത് നിങ്ങളിൽ ചിലപ്പോൾ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും,
റെയിൻബോ തിയറി, ലിബറലിസം, പിന്നെയോ സിഗ്മ ബോയ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ലിബറലിസം? അതായത് സ്വാതന്ത്ര്യത്തിന്റെയും തുല്യ അവകാശത്തിന്റെയും പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഉദാത്തവാദമാണ്. സ്വന്തം സ്വാതന്ത്ര്യങ്ങൾക്കും ആണും പെണ്ണും തുല്യരാണെന്ന് വാദിച്ചുകൊണ്ട് സമരങ്ങൾ ചെയ്യുന്നവരുടെ ഒരു കൂട്ടം ആണ് ഈ ലിബറലിസത്തിന്റെ ആൾക്കാരാണ്. അതായത് അവരുദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും തുല്യമാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും തുല്യരാവുകയില്ല. ചിലപ്പോൾ പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാം ഒരു പുരുഷന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പുരുഷന്മാർ പ്രസവിക്കുമായിരുന്നു, അല്ലേ? അപ്പോൾ ഒരിക്കലും സ്ത്രീയും പുരുഷനും ഇനി എത്ര ഘോരഘോരം പ്രസംഗിച്ചാലും സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരാവുന്നില്ല. പക്ഷേ എങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന തികച്ചും തെറ്റായ ധാരണയാണ് കുട്ടികൾക്ക് പുറത്തു നിന്നും ലഭിക്കുന്നത്. പിന്നെയോ റെയിൻബോ തിയറി എന്ന് കേട്ടത്. എന്താണ് ഈ റെയിൻബോ തിയറി? അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സെക്ഷുവൽ ഡിസ്ഫോറിയ എന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന അവസ്ഥയെ തികച്ചും നോർമലൈസ് ചെയ്യുന്ന തിയറിയാണ്. അതായത് LGBTQ എന്ന് പറയും, ലിബറലിസം, ഗേയിസം, ബൈസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ്ജെൻഡർ, ഇതിൽ ഏതുമാവാം. ഇത്തരം കാര്യങ്ങൾ ഇത് തികച്ചും സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യുന്ന തിയറിയാണ് ഈ റെയിൻബോ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടാണ് കുട്ടികൾ പുറത്തു നിന്ന് കാണുന്നത്. ഇതിലൊക്കെയാണ് ആനന്ദം. പിന്നെ ഒരിക്കലും സമാധാനമില്ലാത്ത കുടുംബത്തിൽ ബന്ധിക്കപ്പെട്ട് കഴിയേണ്ടവരല്ല നിങ്ങൾ. ഇവിടെ ഒരു സ്വതന്ത്രമായ ലോകമുണ്ട്, ഇവിടെ നമുക്ക് എന്ത് തോന്നിയവാസവും ആവാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് നമ്മുടെ കുട്ടികളെ വിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ പുറത്തുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പരിപൂർണ അറിവ് നേടിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുടുംബം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് പുറത്ത് കാണുന്നതല്ല അള്ളാഹുവിന്റെ പൊരുത്തത്തോടെയുള്ള കുടുംബം എന്റെ കുടുംബമാണ്, എന്റെ കുടുംബത്തിലാണ് യഥാർത്ഥ സന്തോഷം, എന്റെ കുടുംബത്തിലാണ് യഥാർത്ഥ സന്തോഷമുള്ളതും ഞാൻ ആനന്ദിക്കേണ്ടത് എന്റെ കുടുംബത്തിലാണ്, ഇവിടെയാണ് എനിക്ക് ഫ്രീഡം ഉള്ളത് എന്ന തോന്നൽ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് തീർച്ചയായും നമ്മൾ സ്ത്രീകളാണ് ഒരു വലിയ പങ്ക് വഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അർശുമായി കൂടിച്ചേർന്നുള്ളതാണ്. എന്നെ ചാർത്തിയവൻ അള്ളാഹുമായുള്ള അവന്റെ ബന്ധം ചാർത്തിയിരിക്കുന്നുവെന്നും ഞാനുമായുള്ള ബന്ധം മുറിച്ചവൻ അള്ളാഹുമായുള്ള ബന്ധം മുറിച്ചിരിക്കുന്നുവെന്നും കുടുംബ ബന്ധം പറയും. അതായത് പറയപ്പെടുന്നുണ്ട്, അള്ളാഹു എല്ലാ ബന്ധങ്ങളെയും ഭൂമി ലോകത്ത് സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു കഴിഞ്ഞതിനു ശേഷം കുടുംബ ബന്ധം എണീറ്റ് നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചവനെ എന്നെ മുറിക്കപ്പെടുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ആണ് പറഞ്ഞത്, കുടുംബ ബന്ധം ഞാൻ എന്റെ അർശുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, അത് മുറിച്ചവൻ എന്നോടുള്ള ബന്ധം മുറിച്ചോ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹു അവനോടുള്ള ഇബാദത്തുകൾക്ക് പോലും അവനോടുള്ള ഇബാദത്തുകളെക്കാൾ ഒരുപാട് പ്രാധാന്യം നൽകുന്നത് കുടുംബ ബന്ധത്തിന് തന്നെയാണ്. നമുക്കറിയാം, നിസ്കാരത്തിലെ പല ദുആകളും അള്ളാഹു ഹദീസിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പലതും ഖുർആൻ ഷരീഫിലൂടെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുടുംബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല ഒരിക്കലും. നമ്മൾ ഒരു ഉത്തമ കുടുംബിനിയായി നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട, നമ്മൾ ഒരു മാതൃകാ സ്ത്രീയായി കാണിച്ചു കൊടുക്കണം. ഇനി നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് ക്ഷമിച്ചും സഹിച്ചുകൊണ്ടും ജീവിക്കുന്നതിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് അനസ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളിൽ നിങ്ങളെ നയിക്കാൻ ഏറ്റവും മികച്ചവർ മറിയം ബിൻത് ഇമ്രാൻ, ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിർഔന്റെ, അതായത് ഫറോവയുടെ ഭാര്യ ആസിയ എന്നിവരാണ്. എന്തുകൊണ്ടാണ് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു നടന്ന ഒരു കാഫിറിന്റെ ഭാര്യയായ ആസിയ ബീവിക്ക് അള്ളാഹു അത്രയും സ്ഥാനം നൽകിയതെന്ന് ചോദിച്ചാൽ,
അവർ ഫിറൗനിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിച്ച് ഫിറൗനിന്റെ ഭാര്യയായി തന്നെ മരിച്ച ഒരു സ്ത്രീയാണ്. ഇതിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി ചുറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് കണ്ടുകൊണ്ട് അള്ളാഹു അതിൽ ക്ഷമിച്ചാൽ എനിക്ക് ഉറപ്പായും ഇതിന് തക്കതായ പ്രതിഫലം തരും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച് ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്തുയർത്താൻ ഒരു കാരണക്കാരിയായി നമ്മൾ മാറിയാൽ നമ്മൾ ഉറപ്പായും പരലോകത്ത് വിജയിച്ചിരിക്കും. അങ്ങനെ പരലോക വിജയം പ്രാപിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഉമൈറാന്റെ പ്രസംഗം? നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ? നിങ്ങളെ ഇതാക്കിയിട്ടില്ല അല്ലെ, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലെ?